ആദ്യം ഞാൻ ശ്രീപത്മനാഭനിലേക്ക് പോകുന്നു. ശ്രീപത്മനാഭൻ, ഇപ്പോൾ NHAA വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ NHAA വീഴ്ച സമ്മതിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് പറ്റിയ വീഴ്ചയായിട്ടാണ് സംസ്ഥാന സർക്കാരും കാണുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി, കേരളത്തിൽ നിർമ്മാണം വേറെ രൂപത്തിൽ നടത്തേണ്ടിയിരുന്നു, അതിൽ ഒരു കൃത്യമായ പരിശോധനയും ശ്രദ്ധയും ഇല്ലാതെ പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയൊന്നും അല്ലാതെ 644 കിലോമീറ്റർ നീളത്തിലാണ് ഹൈവേ ഉണ്ടാക്കുന്നത്. 8-10 സ്ഥലത്താണ് പരമാവധി പ്രശ്നങ്ങളുള്ളത്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭീമാകാരമായ കുന്നുകൾ ഇടിച്ച് നെടുകെ പിളർന്ന് മണ്ണിടിച്ച് ഹൈവേ ഉണ്ടാക്കുന്നു. മറ്റൊന്ന്, 365 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന വയലിൽ 5-6 ഉയരത്തിൽ മണ്ണ് ഇട്ട് നികത്തി വലിയ ഹൈവേ നിർമ്മിക്കുന്നു. ഇത് ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് ഒന്നുകിൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിൻ്റെ പ്രത്യാഘാതമാവാം, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ നിർമ്മാണ പ്രവർത്തനത്തിൽ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് 8-10 സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ വന്നു കണ്ടു പരിഹരിക്കാനും അത് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നം. 2023 മാർച്ച് 10 ഉദ്ഘാടനം ചെയ്ത മൈസൂർ ബാംഗ്ലൂർ ഹൈവേ 2023 ആദ്യത്തെ മഴയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് പോലെയായി. കാരണം അവർ വാട്ടർ ഹോൾ ഇട്ട സ്ഥലമല്ലായിരുന്നു വെള്ളം പോകുന്ന സ്ഥലം. അപ്പോൾ അത് പിന്നീട് പരിഹരിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ പരിശോധന കഴിഞ്ഞിട്ടില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നേ ഉള്ളൂ. പക്ഷേ കുന്നുകൾ ഇടിച്ചിട്ടുണ്ട്, വയലുകൾ നികത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ വേണ്ട ശ്രദ്ധ, ചില സ്ഥലത്ത് വേണ്ട ശ്രദ്ധ ഉണ്ടായിട്ടില്ല, ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കും. അത് അപാകതകൾ വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കും. ആർക്കു വേണ്ടി എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആര് മാറ്റി, ആർക്കു വേണ്ടി മാറ്റി? അല്ല, അത് കേന്ദ്ര സർക്കാരിനല്ലല്ലോ ഉത്തരവാദിത്തം. കാരണം പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കണം, ഇന്ന സ്ഥലത്താണ് അനുയോജ്യം, ഇന്ന സ്ഥലത്താണ് അനുയോജ്യം എന്ന്. കേരള PWD വകുപ്പിനൊരു നാഷണൽ ഹൈവേ അതോ ഒരു വിഭാഗമുണ്ട്, അതിനൊരു തഹസിൽദാരുണ്ട്. അവരാണ് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ പറയുക, നിങ്ങൾ അനുയോജ്യമായ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ നിർമ്മിച്ചു തരാം എന്നാണ്. പക്ഷേ ഈ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ PWDന് നിർണായക പങ്കുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് തിരുത്താൻ പറ്റും തോന്നുന്നില്ല. കാരണം നിർമ്മാണം ഏതാണ്ട് 60-70% പൂർത്തിയായി കഴിഞ്ഞു. ഈ തളിപ്പറമ്പ് നേരത്തെ പ്രശ്നമുണ്ട്, വയൽക്കിളികളുടെ സമരമുണ്ട്, ബഹളമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരാണ് ആ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അവിടെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ആ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ അവിടെ NHAA ഹൈവേ ഉണ്ടാക്കും. ഇത്രയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കേന്ദ്രം മാത്രമല്ല, ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട്. ഭൂമി കണ്ടെത്തുന്നതിൽ, അതിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്യുന്നതിൽ, അത് ഏറ്റെടുത്ത് നൽകുന്നതിൽ. ഏറ്റെടുത്ത് നൽകി കഴിഞ്ഞാൽ പിന്നെ നിർമ്മാണം നടത്തുന്നത് NHAA ആണ്. ആ നിർമ്മാണ പ്രവൃത്തിയിൽ കമ്പനിയുടെ ഭാഗത്ത് എന്താണ് ശ്രീപത്മനാഭൻ? അതൊരു അട്ടിമറിയാണല്ലോ. അങ്ങനെ എങ്ങനെ ചെയ്തു എന്നാണ് വിശദീകരിക്കുന്നത്? അതറിയില്ല, അത് അവർ പറയണം. അലൈൻമെന്റ് ഫിക്സ് ചെയ്തിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് അവരാണ്. അല്ല, മന്ത്രി ഉറപ്പിച്ചു പറയുകയാണ് DPR മാറ്റി. ആർക്ക് വേണ്ടി മാറ്റി? നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണോ? മന്ത്രിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണോ? അത് ഞങ്ങളല്ലേലോ ഭൂമി, മന്ത്രി പറഞ്ഞത് ശരിയായിരിക്കും, ഞങ്ങളല്ലേലോ. പക്ഷേ കേന്ദ്രമല്ലേലോ ഭൂമി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് കൈമാറി കഴിയുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ റോള് വരുന്നത്. കേന്ദ്രം സംസ്ഥാനത്തോട് പറയുന്നു, ഞങ്ങൾ നാഷണൽ ഹൈവേ 66 6 വരി പാതയാക്കാൻ തയ്യാറാണ്, അതിന് ഞങ്ങൾ വേണ്ട നടപടികളും പണികളും ചെയ്യാം, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരൂ. എവിടെയാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്, അതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ സംസ്ഥാന PWD വകുപ്പും കൂടി ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ച് അവരുടെ റേറ്റ് ഫിക്സ് ചെയ്ത് ആ കറക്റ്റ് ഭൂമി അവരാണ് ഏറ്റെടുത്ത് തരുന്നത്. വീഴ്ച പറ്റി എന്ന് പറഞ്ഞത് എന്തായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്?
അത് മലപ്പുറത്ത് കൂരിയാട് കേന്ദ്ര ഏജൻസി വിദഗ്ധന്മാർ തന്നെ വന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിർമ്മാണത്തിൽ അപാകതയുണ്ട്. അത് കൂരിയാടാണ് പ്രശ്നം, വേറെ എവിടെയല്ല. കൂരിയാട് നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിൻ്റെ വിദഗ്ധന്മാർ വന്ന് കണ്ടെത്തി. അപ്പോൾ ആ കമ്പനിക്കെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് കൂരിയാട് മാത്രമല്ലല്ലോ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, കുപ്പത്തുമുണ്ടല്ലോ. കുപ്പത്ത് മണ്ണിടിഞ്ഞല്ലോ, തൃശ്ശൂരിലും പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. അത് നിർമ്മാണത്തിൽ അപാകത അല്ല, അത് നിർമ്മാണത്തിൽ അപാകതയാന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. അവിടെ ഭൂമിയുടെ ഘടനയിൽ ഉണ്ടായിട്ടുള്ള. ശരി, ഞാൻ വരാം. നോക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.